ഞാനിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്നോ, ആലു ഗോബി മസാല. ഒരു ചെറിയ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ടറ്റോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. പിന്നെ തക്കാളി ഉണ്ടാവും, സവാള ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഇതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലാണ്. അതായത് കുറച്ച് ജീരകമൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ഇടുന്നുണ്ട്. അത് ജീരകപ്പൊടി മതി, ഒന്ന് ചൂടാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരൂ നമ്മുടെ വീഡിയോയിലേക്ക്. 2 സവാള പുറത്തെ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 വെളുത്തുള്ളി. ഇതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഒരു അരമണിക്കൂറോളം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിച്ചാൽ മതി. അതായത് ഇതേ കണ്ടില്ലേ, ടൊമാറ്റോ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ 2 എണ്ണം എടുത്തു. അത് തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ എനിക്ക് മല്ലിയില മാത്രം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, കുറച്ച് മല്ലിയിലേ ഉള്ളൂ. അത് വാടിപ്പോവുകയും ചെയ്തു. സാരമില്ല, അത് മതിയാ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സവാള 2 സവാള തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യും, എന്നാലേ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഫ്ലോററ്റ്സ് ഓരോന്നും എടുത്തിട്ട് കുറച്ച് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ എളുപ്പം നമുക്ക് അത് കുക്കായി കിട്ടും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, 1 ടേബിൾ സ്പൂണോളൊക്കെ മതി. ആദ്യം തന്നെ നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി മാറ്റാം. കോളിഫ്ലവർ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം, വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ നമ്മളുടെ പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് ഇതും എടുത്തു മാറ്റാം. 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. കോളിഫ്ലവർ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ പൊട്ടറ്റോയും എടുക്കുന്നത്. അല്പം ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരൽപ്പം ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഒരുപാട് ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണ്ട. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൻ്റെ പച്ചമണമൊന്നും പോയി കഴിയുമ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
അപ്പോൾ പെട്ടെന്ന് ഇത് വാടി വരും. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം. ഇത് ശകലമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ വരും. നമ്മുടെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ എടുക്കാം. മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തത്. ഇനി ഗരം മസാല ചേർക്കണം, അത് നമുക്ക് പിന്നീട് ചേർക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഇനി നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് വാടി വരട്ടെ. ലോ ഫ്ലെയിമിലിട്ടാൽ മതി, ചെറിയ തീയിൽ കിടന്നത് വെന്ത് വരട്ടെ. കണ്ടോ, ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വഴറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ, കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ വേവിക്കണം. ഒരു ഹാഫ് കുക്ക്ഡേ ആയിട്ടുള്ളൂ നമ്മുടെ പൊട്ടറ്റോയും അതെ കോളിഫ്ലവറും അതെ. ഇവിടെ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നിളക്കി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വേവട്ടെ. ഒന്നുകൂടി ഒന്നടച്ചു കൊടുക്കാം. നമ്മുടെ ആലു ഗോബി റെഡിയാവണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചപ്പാത്തിയുടെ മാവും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. കറി റെഡിയാവുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയും കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്ന് വെച്ച് വെന്തുടഞ്ഞൊന്നും പോയിട്ടുമില്ല. കണ്ടോ, ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത്, ഞാനിവിടെ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ആ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് അരച്ചെടുത്തേക്കണതാണ്. നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ട, ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാഷ്യൂ പേസ്റ്റും ചേർത്ത് കൊടുത്തു, നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിന് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും ഗ്രേവി മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഗ്രേവി വേണ്ട, നമുക്ക് പാകത്തിന് ഇന്നെല്ലാം കൂടെ ഒന്ന് പുരണ്ടിരിക്കണ രീതിയിൽ അത്രയും മതി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാല. ഈ സമയത്ത് നമുക്ക് അല്പം ബട്ടറോ ഗീയോ വേണ്ട ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ചേർക്കുന്നില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം, എരിവുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മതിയാവും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി മല്ലിയില ചേർക്കണം. അപ്പോൾ എനിക്ക് മല്ലിയില കുറച്ചേ ഉള്ളൂ. അത് തന്നെ അത്ര നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയിലയല്ല, എങ്കിലും ഞാൻ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. ആലു ഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ കൂട്ടി കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കണം, കഴിക്കാം.
ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളം കൊണ്ടാണ് കുഴയ്ക്കുന്നത്. ചെറു ചൂടുവെള്ളം എടുത്തിട്ടാണ് മാവ്, അതായത് ഗോതമ്പ് പൊടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഇതിൽ ചേർക്കും, ഉപ്പും. ആലു ഗോബി മസാല ഉണ്ടാക്കിയത് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണണം. താങ്ക് യു.